In the spectrum of hydrogen, the ratio of longest wavelength in Lyman series to longest wavelength in the Balmer series is. Okay. അപ്പോൾ നീറ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെക്ട്രൽ സീരീസ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ് ഓർബിറ്റ്, ഫോർത്ത് ഓർബിറ്റ്, ഫിഫ്ത്ത് ഓർബിറ്റ്, അങ്ങനെ ഇൻഫിനിറ്റ് ഓർബിറ്റ് വരെ കാണിച്ചിട്ടുണ്ട്. ഓരോ ഓർബിറ്റും എന്ന് പറയുന്നത് ഓരോ എനർജി ലെവലാണ്. ഏതൊരു ഹയർ ഓർബിറ്റിൽ നിന്നും ഫസ്റ്റ് ഓർബിറ്റിലോട്ടാണ് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തുന്നതെങ്കിൽ അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്ന സ്പെക്ട്രൽ സീരീസ് ആണ് ലൈമാൻ സീരീസ്. അതുപോലെ ഏതൊരു ഹയർ ഓർബിറ്റിൽ നിന്നും സെക്കൻഡ് ഓർബിറ്റിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടത്തുന്നതെങ്കിൽ അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്ന സീരീസ് ആണ് ബാൾമർ സീരീസ്. ഏതൊരു ഹയർ ഓർബിറ്റിൽ നിന്നും ഇൻ കേസ് ഈവൻ ഇൻഫിനിറ്റ് ഓർബിറ്റിൽ നിന്ന് പോലും തേർഡ് ഓർബിറ്റിലേക്കാണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ അവിടെ എമിറ്റ് ചെയ്യപ്പെടുന്ന സ്പെക്ട്രൽ സീരീസിനെ വിളിക്കുന്ന പേരാണ് പാഷൻ സീരീസ്. ഫോർത്ത് ഓർബിറ്റിലോട്ടാണ് ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ നടക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബ്രാക്കറ്റ് സീരീസ്. അതുപോലെ ഏതൊരു ഹയർ ഓർബിറ്റിൽ നിന്ന് ഫിഫ്ത്ത് ഓർബിറ്റിലോട്ടാണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഫണ്ട് സീരീസ്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും സ്പെക്ട്രൽ സീരീസുകളിൽ ലൈമാൻ സീരീസ് ആണ് യു വി റീജിയനിൽ ലൈ ചെയ്യുന്നത്. ബാൾമർ സീരീസ് ആണ് ഫസ്റ്റ് ഡിസ്കവേർഡ് സീരീസ്, അത് വിസിബിൾ റീജിയനിലാണ് അതുള്ളത്. ബാക്കിയുള്ള 3 സീരീസുകളും ഇൻഫ്രാറെഡ് സീരീസിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഓരോ ഓർബിറ്റുകളിലും ഓരോ എനർജി ലെവലുകളാണ്. അപ്പോൾ ലൈമാൻ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേയുള്ള ഓർബിറ്റിൽ നിന്ന് വരുന്ന ലൈനാണ് അല്ലേ. അപ്പോൾ ഈ ലൈനിൻ്റെ ലെങ്ത് കുറവല്ലേ. ലെങ്ത് കുറവ് മീൻസ് ഈ ലൈനിൻ്റെ എനർജി എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ എനർജി കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ വേവ് ലെങ്ത്, എനർജി കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ വേവ് ലെങ്ത് കൂടുതലാണെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വേവ് ലെങ്ത് ലൈനാണ്. അതുപോലെ ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് ലൈനാണ്. ലാസ്റ്റ് ലൈൻ മീൻസ് ലാസ്റ്റ് ലൈൻ ക്യാരീസ് മോർ എനർജി. മോർ എനർജി എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, എനർജിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ മോർ എനർജി മീൻസ് ദ വേവ് ലെങ്ത് ഈസ് മിനിമം. അപ്പോൾ ഇത് വേവ് ലെങ്ത് മാക്സിമം ഉള്ള ലൈൻ, ഇത് വേവ് ലെങ്ത് മിനിമം ഉള്ള ലൈൻ. അപ്പോൾ ഏതൊരു സീരീസിൻ്റെയും മാക്സിമം വേവ് ലെങ്ത് ലൈൻ എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ ഓർബിറ്റിൽ നിന്ന് താഴോട്ട് വരുന്ന ലൈനാണ് മാക്സിമം വേവ് ലെങ്ത് ഉള്ള ലൈൻ. അതുപോലെ മിനിമം വേവ് ലെങ്ത് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇൻഫിനിറ്റ് ഓർബിറ്റിൽ നിന്ന് ഗിവൺ ഓർബിറ്റിലേക്ക് വരുന്ന ലൈനാണ് മിനിമം വേവ് ലെങ്ത് ലൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ലാംഡ മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് ലൈനാണ്. അതുപോലെ മിനിമം വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ലാസ്റ്റ് ലൈനാണ്. ഈ 2 കാര്യങ്ങളും മനസ്സിൽ വയ്ക്കുക. ഓക്കെ. അപ്പോൾ സ്പെക്ട്രൽ സീരീസുകളുടെ മാക്സിമം വേവ് ലെങ്തും മിനിമം വേവ് ലെങ്തും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഓരോ സീരീസുകളുടെ നെയിം കൊടുത്തിട്ടുണ്ട്, ഓരോ സീരീസുകൾക്ക് നമ്പറും കൊടുത്തിട്ടുണ്ട്. ലൈമാൻ സീരീസിൻ്റെ നമ്പർ 1 ആണ്, ബാൾമർ 2, പാഷൻ 3, ബ്രാക്കറ്റ് 4, ഫണ്ട് 5. ഏതൊരു സ്പെക്ട്രൽ സീരീസിലെയും ഫസ്റ്റ് ലൈൻ അഥവാ മാക്സിമം വേവ് ലെങ്ത് കാണാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എടുക്കേണ്ട ഫോർമുലയാണ് n²/r ഇൻറ്റു n+1² ഡിവൈഡഡ് ബൈ 2n+1. അതുപോലെ ഏതൊരു സ്പെക്ട്രൽ സീരീസിലെയും ലാസ്റ്റ് ലൈൻ അഥവാ മിനിമം വേവ് ലെങ്ത് കാണാൻ വേണ്ടി ചോദിച്ചാൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഷോർട്ട് കട്ടാണ് n²/r. അപ്പോൾ ഈ ഒരു കാര്യം അറിയാമെങ്കിൽ ഈ കൺസെപ്റ്റിൽ നിന്ന് വരുന്ന ഏത് ചോദ്യവും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ദ റേഷ്യോ ഓഫ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഇൻ ദ ലൈമാൻ സീരീസ് ടു ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഇൻ ദ ബാൾമർ സീരീസ്. അപ്പോൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ലാംഡ മാക്സ് ആണ്. അപ്പോൾ ലാംഡ മാക്സ് ഓഫ് ലൈമാൻ ടു ലാംഡ മാക്സ് ഓഫ് ബാൾമർ, ഇതാണ് നമുക്ക് കാണേണ്ടത്. ഏതൊരു സീരീസ് ആയിക്കോട്ടെ ലാംഡ മാക്സ് കാണാനുള്ള ഷോർട്ട് കട്ട് n²/r ഇൻറ്റു n+1² ഡിവൈഡഡ് ബൈ 2n+1 എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ലൈമാൻ ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്, ബാൾമർ ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 1²/r ഇൻറ്റു 1+1 2, 2² ഈസ് 4 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 2, 2+1 3 ഡിവൈഡഡ് ബൈ ബാൾമർ. ബാൾമറിൻ്റെ എൻ വാല്യൂ 2 അല്ലേ. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 2, 2²/r ഇൻറ്റു n+1, 2+1 3, 3യുടെ സ്ക്വയർ 9 ആണ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4, 4+1 5 ആണ്. ഓക്കെ. അപ്പോൾ 4/3r ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 4 36, 36/5r. ഒരു ഫ്രാക്ഷനെ വേറൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ് റൂള്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാം.
അപ്പോൾ 4/3r ഇൻറ്റു 5r ഡിവൈഡഡ് ബൈ 36 ആറും കട്ടായി 4ഉം 36ഉം കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 9 വരും. അപ്പോൾ ആൻസർ 5/27. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 5/27 എന്ന് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ മിനിമം വേവ് ലെങ്ത് ചോദിച്ചാൽ നമുക്ക് n²/r ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. മാക്സിമം വേവ് ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല യൂസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.